നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി തല നാരിഴയ്ക്ക് ആനന്ദന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുവാണ്. സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് മാറിയ സമയത്ത് ശ്രീദേവി എന്ത് ചെയ്തു, പതുക്കെ അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി വെച്ചു പിടിപ്പിക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തണം. ഈ സമയത്ത് റെസ്റ്റോറൻറ്റിലെ ഓണർ അവിടുത്തെ സ്റ്റാഫിനൊക്കെ, അവിടെ കൂടുതലും സ്ത്രീകളാണ് സ്റ്റാഫായിട്ട് നിൽക്കുന്നത്, അപ്പൊ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ്. അതെ, നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, വരുന്ന സ്റ്റാഫുകളോട് പെരുമാറ്റം നല്ലതായിരിക്കണം, എങ്കിൽ മാത്രമേ കടയിലേക്ക് ആൾക്കാർ കയറുകയുള്ളൂ. അങ്ങനെ ഒരു ക്ലാസ് തന്നെ എടുക്കണം. അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓർഡർ വെച്ചു. എന്താ എന്ന് ചോദിക്കാണ്. അല്ല സാറേ, ഞാനിവിടുത്തെ സ്റ്റാഫായിട്ട് വന്ന. സ്റ്റാഫോ? അല്ല, ഇന്നലെ ഞാൻ വന്നപ്പോൾ സാറിനോട് പറഞ്ഞായിരുന്നു ഇന്ന് വരാനായിട്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു. എപ്പ പറഞ്ഞു? സാറേ, എന്റെ ID കാർഡും ആധാറും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞ് ശ്രീദേവി തന്റെ ബാഗിനകത്തുനിന്ന് അതങ്ങോട്ട് എടുത്ത് കാണിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന ഒരു ലേഡി സ്റ്റാഫ് ചിരിക്കുകയാണ്. ഓർഡർ വെച്ചു. നിങ്ങൾ എന്താ ചിരിക്കണേ? അല്ല, ഇവര് വന്നിരിക്കുന്ന കോലം കണ്ട് ചിരിച്ച, സാരിയൊക്കെ കൊടുത്ത് കണ്ടില്ലേ എന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പം ഓർഡർ നോക്കിയിട്ട് പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇങ്ങനെ ഈ കോലത്തിലാണോ നിങ്ങളിവിടെ ജോലി ചെയ്യാനായിട്ട് ഒരുങ്ങുന്നേ? നിങ്ങളെ കണ്ടിട്ട് ജോലി വേണ്ടതായിട്ട് തോന്നുന്നില്ലല്ലോ, നിനക്ക് ജോലിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നില്ലോ എന്ന് പറയാം. അപ്പോഴേക്കും ശ്രീദേവിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാന്ന്. എന്തേലും ഒരു കള്ളം പറഞ്ഞാൽ മതിയാവുള്ളൂ. ഒരു കള്ളം പറഞ്ഞത് പിടിച്ചിരിക്കാനായിട്ട് 1000 കള്ളം പറയണമല്ലോ. ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു, സാറേ, അത് സാറിന് തോന്നുന്ന, എന്റെ വീടിന്റെ അവസ്ഥ സാറിന് അറിയത്തില്ലാത്തോണ്ടാ. കിഡ്നി രോഗിയായ എന്റെ അമ്മ കിടപ്പില്ല. അതുപോലെ തന്നെ ആക്സിഡന്റ് ആയ എന്റെ അനുജന്, അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനൊരു ആക്സിഡന്റ് ഉണ്ടായത്. എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന അനുജന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കൊരു ജോലി വേണം സാറേ, എന്റെ കുടുംബത്തെ പോറ്റാനായിട്ട് എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പം ഓണർ പറഞ്ഞു, ഓ അങ്ങനെയൊക്കെയാണല്ലേ. ഈ സമയം ദേവിക്ക് ഈ ജോലി ആവശ്യമില്ല, അത്യാവശ്യമാണ്. അപ്പൊ ID കാർഡൊക്കെ മേടിച്ച് പേരൊക്കെ നോക്കിയായിരുന്നു. ശ്രീദേവി നാന്ന് കാണുകയും ചെയ്തായിരുന്നു. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് സന്തോഷമായി. അങ്ങനെ അയാൾക്കും ബാക്കിയുള്ളവർക്കും ശ്രീദേവിയുടെ ഒരു അനുകമ്പയായി. ആ സമയത്ത് ഓർഡർ പറഞ്ഞു, അതെ, ഇതല്ല വേഷം, ഇവിടെ യൂണിഫോം ഒക്കെ ഉണ്ട്, യൂണിഫോം ഒക്കെ ഇട്ട് വേണം. ശരി സാറേ, ഞാൻ എന്താണെങ്കിലും ഈ റെസ്റ്റോറൻറ്റിലെ നല്ലൊരു സ്റ്റാഫ് തന്നെ ആയിരിക്കും. എന്റെ പോലെ തന്നെ, എന്റെ കട പോലെ തന്നെ സ്വന്തം പോലെ നോക്കി ഞാൻ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നിർവഹിക്കും എന്നൊക്കെ പറഞ്ഞു. ശരി ശരി ആട്ടെ എന്ന് പറയണം. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ലേഡി സ്റ്റാഫിനോട് ഓർഡർ പറഞ്ഞു, അതെ വനജ, ദേവി കൊണ്ടുപോയി ആ യൂണിഫോം ഒക്കെ എടുത്തു കൊടുക്കാൻ പറയണം. അങ്ങനെ വനജ ദേവിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി. പിന്നീട് ഒരു ജോഡി യൂണിഫോം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വരണമെന്ന് പറയണം. ഇവിടെ യൂണിഫോം ഇട്ട് വേണം. ശരിയെന്ന് പറഞ്ഞ ദേവി യൂണിഫോം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അതേസമയം ആകാശ് മീനാക്ഷി ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് വന്നു. നേരെ ക്യാബിനിലേക്ക് കയറി ചെന്നു. മീനാക്ഷി ചോദിച്ചു, എന്താ ആകാശേ? അല്ല, വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ നീ ലൈസൻസ് തരാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് വേണ്ടി ഞാൻ വന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ലൈസൻസ് കൊണ്ടോ പോവുള്ളൂ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഞാൻ ആദ്യം ഡോക്യുമെന്റ്സ് ഒന്ന് പരിശോധിക്കട്ടെ, അതിനുശേഷം നമുക്ക് ലൈസൻസിനെ കുറിച്ച് തീരുമാനിക്കാം. അങ്ങനെ മീനാക്ഷി ആ ഡോക്യുമെന്റ്സ് ഒക്കെ മേടിച്ച് പരിശോധിക്കേണ്ട അങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഡോക്യുമെന്റ്സ് കിട്ടിയല്ലോ, പിന്നെ നിനക്ക് തന്നാ എന്താ കുഴപ്പം? തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അതെല്ലാം ഓക്കെ ആണ്, തരൂന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് നിനക്ക് തന്നേ മതിയാവുള്ളൂ. മീനാക്ഷി ആകാശിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആകാശേ, എന്താന്നറിയില്ല, നിന്റെ മുഖമൊക്കെ ആകെപ്പാടെ കരിവാളിച്ചു പോയല്ലോ. ഓ, ഈ ഡോക്യുമെന്റ്സിന് വേണ്ടി ഓടിപ്പാതി നടക്കുമായിരുന്നല്ലേ? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അതെ അങ്ങനെ തന്നെയായിരുന്നു. ഓ, വെയില് കൊണ്ടാലും നിന്റെ ആ പഴയ ഗ്ലാമറിനൊരു മാറ്റം വന്നിട്ടില്ല, ഇപ്പോഴും നീ ഗ്ലാമർ തന്നെയാ. അത് കേട്ടപ്പോ ആകാശ് ഇങ്ങനെ നോക്കി. ആ സമയത്താണ് അലോകും അച്യുതനും അങ്ങോട്ടേക്ക് വരുന്നത്. മീനാക്ഷിയുടെ ക്യാബിനിൽ കയറാൻ തുടങ്ങിയപ്പോ അതിനകത്ത് ആകാശ് നിൽക്കുന്നുണ്ട്. അവര് ക്യാബിന്റെ അകത്ത് കയറാതെ പുറത്തു തന്നെ നിൽക്കുക, അകത്തോടെ സംസാരമൊക്കെ കേൾക്കാനായിട്ട്. മീനാക്ഷിയുടെ ആകാശ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്ക് മീനാക്ഷി സ്റ്റോർസ് തുറക്കണം, അതിനു വേണ്ടിയിട്ടാ. നീ പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചിട്ട് എനിക്ക് ലൈസൻസ് തരാൻ പറയണം. മീനാക്ഷി പറഞ്ഞു, ഞാൻ പരിശോധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അത് നോക്കാൻ തുടങ്ങി. ആകാശ് അക്ഷമയോട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അവിടെ. ഇതേ സമയം ശ്രീദേവി യൂണിഫോം ഒക്കെ ധരിച്ച് ഇങ്ങനെ നോക്കി. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഒരിക്കലും താൻ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പാടില്ലാത്താണ് ബാലച്ചനെ കുടുംബത്തെ. പക്ഷെ താൻ ചെയ്യുന്ന എന്ത് ചെയ്യാൻ പറ്റും? തന്റെ അവസ്ഥ ഇതായിപ്പോയി. തമിഴ് IT കമ്പനി ജോലിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന അറിയുവാണെങ്കിൽ തനിക്ക് എന്ത് വിലയാ കിട്ടാൻ പോന്നെ? അത് മാത്രല്ല, തന്റെ ജീവിതം അതോട് തീർന്നു. അതൊക്കെ ഓർത്തപ്പോ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അങ്ങനെ ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ വനജ വന്നിട്ട് പറഞ്ഞു, അതെ,
എന്ത് പറ്റി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ? അത് പിന്നെ കണ്ണിനകത്തൊരു പൊടി പോയതാണോ? അത് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു പൊടി ചാടിയതാ. യൂണിഫോം ഇട്ട് കഴിഞ്ഞെങ്കിൽ ആ 10-ാം നമ്പർ ടേബിൾ ഒന്ന് പോയി തുടച്ച് ക്ലീൻ ആക്കിയിടുക. അവിടുത്തെ കസ്റ്റമേഴ്സ് കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ശ്രീദേവിയുടെ കയ്യിലേക്ക് തുടയ്ക്കാനുള്ള സാധനങ്ങൾ, എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തു കൊടുത്തു. ശ്രീദേവി അതുമായിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചിക്കന്റെ വേസ്റ്റ്, അവർ കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ എല്ലാം നിരന്ന് കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ശ്രീദേവി ഒരു നിമിഷം അത്തേലേക്ക് നോക്കി. ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞ് താഴെ വീണു, കണ്ണീര് താഴെ വീണു. ശ്രീദേവി ടേബിളൊക്കെ തുടയ്ക്കുവാണ്. ഇടയ്ക്ക് ശ്രീദേവി ഒരു ചിരിയൊക്കെ വരുത്തി. കാരണം ഇനിയിപ്പോ ഇങ്ങനെ അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ, തന്റെ ജീവിതം ഇങ്ങനെയായി, ഇതുമായിട്ട് താൻ മുന്നോട്ട് പോകാൻ പഠിക്കണം എന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. ശ്രീദേവി കരഞ്ഞുകൊണ്ടാണെങ്കിലും ടേബിളൊക്കെ തുടച്ച് ക്ലീനാക്കി തൂത്ത് വൃത്തിയാക്കുവാണ്. ആ സമയം ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം മീനാക്ഷി പറഞ്ഞു, ആകാശെ പറയുന്നോണ്ടും തോന്നരുത്, ലൈസൻസ് തരാൻ പറ്റില്ലെന്നോ? നീ എന്താ പറയണേ? നീ അല്ലേ പറഞ്ഞു ഡോക്യുമെന്റ്സ് ഒക്കെ ഹാജരാക്കണം, ലൈസൻസ് തരാന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ലൈസൻസ് തരാൻ പറ്റില്ലെന്ന്. ഓഹോ, അപ്പൊ നീ എന്നെ മനഃപൂർവ്വം അപമാനിക്കാനല്ലേ? മര്യാദയ്ക്ക് എനിക്ക് ലൈസൻസ് തന്നോണം, അല്ല ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല. ആകാശെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. ഇത് ഓഫീസാണ്, അറിയാലോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് ചർച്ച ചെയ്യാം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് ലൈസൻസ് കിട്ടിയാൽ മതിയാവുള്ളൂ. അതും പറഞ്ഞിട്ട് ആ ടേബിളിൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്യൂൺ ഓടി വന്നു. പ്യൂൺ വന്നിട്ട് എന്താ മേഡം, എന്താ കാര്യം, എന്താ സാറേ, എന്താ ഇവിടെ വന്നുള്ള ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുന്നേ? എനിക്ക് ലൈസൻസ് കിട്ടണം. ആ സമയം മീനാക്ഷി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ആകാശെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കാം. തൽക്കാലത്തേക്ക് ആകാശ് പോകാൻ നോക്ക്. ലൈസൻസ് ഇപ്പൊ തരാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞ് ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ രേഖകള് ഹാജരാക്കണമെന്ന്, ലൈസൻസ് തരാൻ വേണ്ടിയിട്ട്. അതിനുള്ള രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. മര്യാദയ്ക്ക് ലൈസൻസ് എനിക്ക് തരണം. ലൈസൻസ് ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, ഞാനിവിടുന്ന് സമരം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ ഇരുന്നു. അപ്പോഴേക്കും പ്യൂണിന് മനസ്സിലായി ഇത് കളി കാര്യമാവുന്നു. പ്യൂണ് പോയി വീണാ മാഡത്തിനോട് പറഞ്ഞു. അങ്ങനെ വീണാ മാഡത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. വീണാ മാഡം വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ ഒരു പ്രശ്നം? എന്താ ആകാശെ, എന്താ മീനാക്ഷി, കാര്യം എന്താ? അല്ല, ഞാൻ ലൈസൻസിന് ആവശ്യമായ രേഖകളുണ്ട് കൊടുത്തിട്ട് മീനാക്ഷി അത് തരാൻ കൂട്ടാക്കുന്നില്ല മാഡം. എന്താ മീനാക്ഷി ഇത്? രേഖകൾ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കൊടുക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്താ ഇപ്പൊ മീനാക്ഷി ഇങ്ങനെ ചെയ്യുന്നേ? വീണാച്ചി ഇതിനകത്ത് ഇടപെടണ്ട. ആകാശെ, ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് സംസാരിക്കാന്ന്, പക്ഷെ ആകാശ് സംസാരിച്ചില്ല. അപ്പൊ തന്നെ വീണ മാഡം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ആ ലൈസൻസ് അങ്ങ് കൊടുത്തേരെ. ഇനി എന്തിനാ ഒരു വൈരാഗ്യം വെച്ചോണ്ടിരിക്കണേ? അതിന്റെ ആവശ്യമുണ്ടോ? ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമാണെങ്കിൽ കൊടുത്താൽ പോരെ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആകാശെ ചീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണോ ഇങ്ങോട്ട്? എന്താ മീനാക്ഷി? ആകാശ് ഇത് കള്ള ഡോക്യുമെന്റ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഒന്നും ഒറിജിനൽ ഇല്ല, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ആകാശിനെ പിടിച്ച് അകത്തിടുക ചെയ്യണ്ടേ? അറിയാലോ, വ്യാജരേഖ കെട്ടിച്ചമച്ചേനം. ഇതിന്റെ പേര് ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടല്ലോ, ആകാശ് അകത്ത് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ആകാശിനോട് പറഞ്ഞ വീട്ടിൽ വന്ന് നമുക്ക് സംസാരിക്കാന്ന്. അപ്പൊ ആകാശ് കേട്ടില്ല. ആകാശ് ആരാന്ന് ആകാശിന്റെ വിചാരം? ഓഫീസിൽ വന്ന് എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? കളിക്കുന്നൊരു പരിധിയൊക്കെ ഉണ്ട്. ഇത് വീടല്ല, ഇത് ഓഫീസാണ്. ഇവിടെ അതിൻ്റെതായ കാര്യങ്ങളെ നടക്കുള്ളൂ, നിയമത്തിന്റെ വഴിയേ നടക്കുള്ളൂ. അല്ലാതെ ആകാശിന്റെ തോന്നിയാസത്തിന് ഇവിടെ നടക്കില്ല. ആകാശ് പറഞ്ഞു, മീനാക്ഷി ഞാൻ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ല, ബാക്കി ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞ രേഖ അങ്ങോട്ട് കൊടുത്തു. വേണമെങ്കിൽ എനിക്ക് ഇപ്പം വേണേ നിന്നെ പിടിച്ച് അകത്തിടാം, പക്ഷെ ഞാനായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ മീനാക്ഷി പറഞ്ഞു. ആ സമയത്ത് അച്യുതനും അലോകം കൂടെ പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ആകാശ് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അച്യുതനും അലോകം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയൊക്കെ തന്നെ, പക്ഷെ അവളുടെ അഹങ്കാരം കുറച്ച് കൂടുതലല്ലേന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, അതെ, നിങ്ങൾ എന്റെ ഭാര്യയെ കൂടുതൽ ചട്ടം നിയമം പഠിപ്പിക്കാൻ വരണ്ട. എടാ, ഇപ്പൊ നീ തന്നെ അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിയില്ലേ? കണ്ടില്ലേ, നിനക്കൊരു ലൈസൻസ് തരാൻ വേണ്ടി അവൾക്ക് എന്ത് മടിയാ മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കാനായിട്ട്. അല്ല, നീ പുതിയ സ്റ്റോഴ്സ് തുറക്കുന്നതുകൊണ്ട് അവൾക്ക് എന്താ കണ്ണിക്കടി? നിന്റെ ഭാര്യയല്ലേ, അപ്പൊ നീ പറയുന്ന അനുസരിച്ച് നിൽക്കേണ്ടവളല്ലേ? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എന്റെ ഭാര്യ നേരെ പോകുന്ന ചിന്താഗതിക്കാരിയാ, അതുകൊണ്ടാണ് മതിയായ രേഖകളില്ലാത്തോണ്ട് ലൈസൻസ് തരാത്തെ. ഓ, ഇനിയിപ്പൊ അത് നീ പറഞ്ഞാ മതി. പക്ഷേ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ നെഞ്ച് വിങ്ങുമല്ലേടാ. നിന്റെ ഭാര്യ നേരെ പോ പ്രകൃതിക്കാരിയാണ് പോലും, നിനക്ക് ആ ലൈസൻസ് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലുണ്ട്. ആകാശ് പറഞ്ഞു, അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ മനസ്സിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു വിടാനായിട്ടാണോ? അതെ, അത് നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് നിങ്ങൾ പാട് നോക്കാൻ പോ. അപ്പോഴേക്കും അച്യുതം പറഞ്ഞു, എനിക്കറിയാതെ നിന്റെ മനസ്സെന്താന്ന്. നിന്റെ മനസ്സ് വിങ്ങുവാന്ന് മനസ്സിലായി. ആകാശേ, ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അവൾ ഈ ഓഫീസിലുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞങ്ങളും ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഞങ്ങളുടെയും കാര്യങ്ങൾ ശരിയായിട്ടില്ല. പക്ഷെ അവൾ ഈ ഓഫീസിലുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല.
ആകാശേച്ചി നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് പോണം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, പറയുന്ന കേട്ടിട്ട് പോകും. അവൾ ഈ ഓഫീസിലുണ്ട കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് അവൾ ആ കസേരയിൽ നിന്ന് മാറണം. ആ കസേരയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ. അവളെ ആ കസേരയിൽ നിന്ന് മാറ്റാനായിട്ട്. എങ്കിലും ആകാശിന് കട തുടങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് കാറിക്കുള്ള ലൈസൻസും കിട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? അവൾ ആ കസേരയിൽ നിന്ന് ഒന്നും നടക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് കൈ കോർക്കുവാണെങ്കിൽ പലത് സാധിച്ചെടുക്കാൻ പറ്റും. അല്ല അത് പിന്നെ കൂടുതലൊന്നും ആകാശ് പറയണ്ട, ഞാൻ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി എന്നൊക്കെ അച്യുതൻ പറയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.